മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയൊരു സ്വിച്ച് ബോർഡ് മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നോക്കുമ്പോൾ അറിയാം, ഷോക്ക് അടിക്കുന്നതുകൊണ്ട് ഒരു കല്ലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനൊക്കെ ആയിട്ട് വളരെ വ്യത്യസ്തമായ ഒരു സ്വിച്ച് ബോർഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു മോഡലുള്ള സ്വിച്ചാണ് നമ്മൾ ചെയ്യുന്നത്, സ്വിച്ചും സോക്കറ്റും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 16 ആമ്പിയറിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. സ്പെയർ വന്ന സ്വിച്ച് ഇട്ടതാണത്. അപ്പോൾ അതുകൊണ്ടാണ് 16 ഉപയോഗിച്ചിരിക്കുന്നത്. 6000 മതി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പഴയ സ്വിച്ച് ബോർഡ് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ കാലപ്പഴക്കം ചെന്നാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഊരുമ്പോൾ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 2 ലൈറ്റിൻ്റെ ലീഡാണുള്ളത്, അതേപോലെ ഒരു സർക്യൂട്ടും ന്യൂട്രൽ, എർത്ത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 സ്വിച്ച്, 2 ബൾബും ഒരു സോക്കറ്റിൻ്റെ കണക്ഷനാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വയറെടുത്തിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ വയറിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമേ നമ്മളൊരു സോക്കറ്റിൻ്റെ ലൈനെന്ന് എഴുതിയിട്ടുള്ള അവിടെ നമ്മളൊരു വയറെടുത്തിട്ട് നമ്മൾ സ്വിച്ചിലേക്ക് കൺട്രോളിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ സ്വിച്ചിൻ്റെ മുകൾ ഭാഗത്തെ ടെർമിനലിലേക്കാണ് നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ, ആ ടെർമിനൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി സർക്യൂട്ടിനുള്ളതാണ്. അത് നമ്മൾ അടിഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വയറിൻ്റെ കുറച്ച് നീളത്തിൽ സ്ലീവ് കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തോടെ ഇട്ട് 2 കൂടി നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നല്ലപോലെ ടൈറ്റ് ആക്കുക, ലൂസ് കണക്ഷൻ വരാതെ നോക്കുക. അപ്പോൾ നമ്മുടെ വയറിങ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ വയറിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇപ്പറേ ആ സ്വിച്ചിൻ്റെ ഒറ്റ സ്വിച്ചിലേക്ക് കൂടി നമ്മൾ കൊടുത്തിടണം. അതിൻ്റെ കൂടെ സർക്യൂട്ട് കൂടി കൊടുത്തിട്ടാൽ മതി. അങ്ങനെ ആയാലും ചെയ്താൽ മതി, ഒന്നിച്ച് കൊടുത്താലും മതി. നമുക്കിത് കയറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വയറിങ് അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ പൈപ്പിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഗ്യാം ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇത്ര മതി, കാരണം തേപ്പ് അത്യാവശ്യം തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സർക്യൂട്ടാണ് കൊടുക്കുന്നത്. ഉണ്ടോ, നമ്മൾ നേരത്തെ അതിന് സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ലൂപ്പ് ചെയ്തതിൽ ഒരെണ്ണത്തിലേക്ക് നമ്മൾ കയറ്റി. ഇതൊരു കൺട്രോളാണ്, അത് ഉരുകി പോയിട്ടുണ്ട്. അത് ലൂസ് കണക്ഷനായിട്ടാണ് ഇത്ര ഉരുകൽ സംഭവിച്ചത്. അത് നമുക്കൊരു സ്വിച്ചിലേക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരു സ്വിച്ചിലേക്ക് നമുക്കതിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതൊരു സ്വിച്ചിൻ്റെ ലീഡാണ്, അത് നമ്മൾ ഒരു സ്വിച്ച് കൊടുത്തു. അപ്പോൾ 2ഉം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ 2 ലൈറ്റിൻ്റെ പോയിൻ്റാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. ഈ കാണുന്നത് എർത്താണ്. അപ്പോൾ എർത്ത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എർത്ത് കമ്പിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, കോപ്പറിൻ്റെ. അത് നല്ലപോലെ സ്ലീവ് ചെയ്ത ശേഷം 2-3 നല്ലപോലെ സ്ലീവ് ചെയ്യുക. എന്നിട്ട് എർത്തിൻ്റെ കറക്റ്റ് അതിലേക്ക് കൊടുക്കുക. എർത്തിൻ്റെ ടെർമിനൽ വരുന്ന അതിലേക്ക് കൊടുക്കുക. കാണുന്നത് ന്യൂട്രലാണ്, എർത്ത് ലൈന് വരുന്നത്. അത് സർക്യൂട്ട് താഴെ കൊടുത്തു, 2 ലൈറ്റ് സർക്യൂട്ടുകൾ കൊടുത്തു. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെവൽ നോക്കിയിട്ട് ഡ്രില്ല് ചെയ്യുക. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.